Hi dear learners, I am Shahida. ഇന്ന് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് BA ഹിന്ദി ഫസ്റ്റ് സെമിസ്റ്ററിലെ ഹിന്ദി സാഹിത്യ ഇതിഹാസ് ആദ്യകാൽ സെ രീതികാൽ തക് എന്ന നമ്മുടെ ലേണിംഗ് മെറ്റീരിയലിന്റെ 5ാമത്തെ ബ്ലോക്കാണ് നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. 5ാമത്തെ ബ്ലോക്കിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് രീതികാലാണ്. നമ്മൾ പഠിച്ചു 4 കാലങ്ങളായിട്ട് തിരിച്ചിട്ടുണ്ട്. അതിൽ 3ാമത്തെ കാലമാണ് രീതികാൽ. അപ്പോൾ നമ്മളതിൽ മെയിൻ ബ്ലോക്കിൽ ഡിസ്കസ് ചെയ്യുന്ന രീതികാൽ और രീതികാൽ की പ്രവൃത്തിയും രീതികാലത്തെക്കുറിച്ചും ആ കാലഘട്ടത്തിലെ പ്രധാന പ്രവണതകളെക്കുറിച്ചുമാണ് നമ്മൾ ഈ പാഠത്തിലൂടെ ഡിസ്കസ് ചെയ്യുന്നത്. ഇതിൽ 1ാമത്തെ യൂണിറ്റ് എന്താണെന്ന് നോക്കാം. 1ാമത്തെ യൂണിറ്റിലെ രീതികാൽ സാമാജിക് ധാർമ്മിക് രാജനീതിക് സാംസ്കൃതിക് പരിവേഷ്, രീതികാലത്തിലെ സാമൂഹ്യവും ധാർമ്മിക മതപരവും രാഷ്ട്രീയവും സാംസ്കാരികവുമായ അന്തരീക്ഷം എങ്ങനെയാണ് എന്നുള്ളതാണ് ഈ യൂണിറ്റിലൂടെ നമുക്ക് മനസ്സിലാക്കി തരുന്നത്. हिंदी साहित्य के उत्तर मध्यकाल या രീതികാൽ की जानकारी प्राप्त करता है. ഹിന്ദി സാഹിത്യത്തിലെ ഉത്തർ മധ്യകാൽ എന്ന് പറഞ്ഞാൽ അതും രീതികാലത്തിന്റെ മറ്റൊരു പേരാണ്. ഭക്തികാലത്തിന് നമ്മൾ പൂർവ്വ മധ്യകാൽ എന്ന് പറയുന്നത് പോലെ തന്നെയാണ് രീതികാലത്തിന് ഉത്തര മധ്യകാൽ എന്ന പേര് നൽകിയിരിക്കുന്നത്. രീതികാലത്തെ കുറിച്ചുള്ള ജാൻകാരി അറിവ് നേടുന്നതിന് നമ്മളെ സഹായിക്കുന്നു ഈ പാഠം. കൂടാതെ രീതികാൽ के समय की സാമാജികത സമസ്ത है. രീതികാലത്തെ ആ കാലഘട്ടത്തിലെ സമൂഹം സാമൂഹികത എങ്ങനെയുള്ളതാണ് എന്ന് നമുക്ക് മനസ്സിലാക്കി തരുന്നു. രീതികാलीन समाज और विभिन्न वर्गों की स्थिति की जानकारी प्राप्त करता है. രീതികാലത്തെ സമൂഹത്തിലെ വിഭിന്നമായ വർഗത്തിന്റെയും അവരുടെ സ്ഥിതികളെ കുറിച്ച് നമുക്ക് ആ കാലഘട്ടത്തിലെ ജനങ്ങളുടെ സമൂഹം എങ്ങനെയുള്ളതാണെന്ന് നമുക്കൊരു അറിവ് നൽകുന്നു. രീതികാൽ के समय की धार्मिक പരിവേഷ സംസ്ഥാന, രീതി കാലഘട്ടത്തിലെ മതപരമായ കാര്യങ്ങൾ എങ്ങനെയുള്ളതാണ് എന്ന് നമുക്ക് മനസ്സിലാക്കി തരുന്നു. രീതികാൽ के समय की രാജനീതിക് പരിവേഷ, ആ കാലഘട്ടത്തിലെ രാഷ്ട്രീയമായ അന്തരീക്ഷം എങ്ങനെയുള്ളതാണെന്ന് മനസ്സിലാക്കി തരുന്നു. ഹിന്ദി സാഹിത്യ के उत्तर मध्यकाल രീതികാൽ के समय की सांस्कृतिक പരിവേഷ, രീതികാലത്തിലെ സാംസ്കാരികമായ ആ ഒരു കാലഘട്ടത്തിലെ അന്തരീക്ഷം എങ്ങനെയാണെന്ന് മനസ്സിലാക്കി തരുന്നു. രീതികാൽ के साहित्यिक एवं आर्थिक वातावरण के बारे में जानकारी प्राप्त करता है. ആ കാലഘട്ടത്തിലെ സാഹിത്യവും സാമ്പത്തികവുമായ കാര്യങ്ങളെ കുറിച്ചുള്ള അറിവ് നമുക്ക് ഈ പാഠത്തിലൂടെ ലഭിക്കുന്നു. इतिहास का लक्ष्य अतीत की व्याख्या करते हुए विकास क्रम की जानकारी प्राप्त करता है. ചരിത്രത്തിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് അതീതമായതിനെ വ്യാഖ്യാനിക്കലും കൂടാതെ അതിന്റെ വികാസത്തെ കുറിച്ചുള്ള അറിവ് നമുക്ക് നൽകുന്നതുമാണ്. दूसरे शब्दों हम कह सकते हैं कि इतिहास के बिना वर्तमान का अध्ययन अधूरा है. മറ്റൊരു വിധത്തിൽ പറയുകയാണെങ്കിൽ ചരിത്രത്തെ കുറിച്ച് നമുക്ക് അറിവില്ലാതെ വർത്തമാനത്തെ കുറിച്ചുള്ള പഠനം നമുക്ക് സാധ്യമാക്കുകയില്ല. ഈ കാലഘട്ടത്തെ കുറിച്ച് നമ്മൾ പഠിക്കണമെങ്കിലും ചരിത്രത്തെക്കുറിച്ചുള്ളൊരു ബോധം, അപ്പോഴാണ് ഈ കാലം എന്താണെന്നും പൂർവ്വകാലത്തിൽ എന്തൊക്കെ സംഭവിച്ചിരുന്നു അറിഞ്ഞെങ്കിൽ മാത്രമേ ഈ കാലത്തെ നമുക്ക് പഠിക്കുവാൻ സാധിക്കുകയുള്ളൂ. अतः इतिहास के अध्ययन के बिना किसी भी क्षेत्र की विस्तृत जानकारी प्राप्त करना मुश्किल है. ചരിത്രത്തിന്റെ പഠനമില്ലാതെ ഒരു കാലഘട്ടത്തിൽ ഒരു ക്ഷേത്രത്തിന്റെയും വിസ്തൃതമായ ഒരു അറിവ് അഗാധമായ ഒരു അറിവ് നമുക്ക് നേടുന്നതിന്, ഒരു കാര്യത്തെക്കുറിച്ചുള്ള പൂർണ്ണമായ അറിവ് നമുക്ക് നേടുന്നതിന് അതിൻ്റെ ചരിത്രം പഠിക്കുക എന്നത് അനിവാര്യമാണ്. साहित्य की आलोचना के संदर्भ में भी ऐतिहासिक पृष्ठभूमि का उपयोग किया जाता है. സാമൂഹികമായ വിമർശനം നടത്തുന്നതിന് നമ്മൾക്ക് എന്താവശ്യമാണ്? ചരിത്രപരമായ ഒരു ഉപയോഗം, ചരിത്രപരമായ ഒരു അറിവുണ്ടെങ്കിൽ നമുക്കതിനെ വിമർശിക്കാൻ പോലും സാധിക്കുകയുള്ളൂ. ഹിന്ദി സാഹിത്യ के क्षेत्र में भी इतिहास लेखन की यह प्रमुखता देख सकता है. ഹിന്ദി സാഹിത്യത്തിന്റെ ചരിത്രത്തിലും ഇതിഹാസത്തെ കുറിച്ചുള്ള സാഹിത്യത്തിന്റെ ലോകത്തും ഇതിഹാസത്തിന് പ്രധാനമായ സ്ഥാനം നൽകിയിട്ടുണ്ടെന്നാണ്
പറയുന്നത്. രീതികാൽ ഹിന്ദി സാഹിത്യ തീസര കാൽ ഹെ. രീതികാൽ ഹിന്ദി സാഹിത്യത്തിലെ മൂന്നാമത്തെ കാലഘട്ടമാണ്. യഹ് കാൽ ഉത്തർ മധ്യകാൽ നാം സെ ഭി ജാനാ ജാതാ ഹെ. ഇതിന്റെ മറ്റൊരു പേരാണിത് ഉത്തര മധ്യകാലം. आचार्य रामचंद्र शुक्ल ने इसका समय सीमा संवत 1700 से संवत 1900 तक निश्चित किया गया है. ആചാര്യ രാമചന്ദ്ര ശുക്ല രീതികാലത്തിന്റെ സമയസീമ എന്ന് പറയുന്നത് 1700 തൊട്ട് 1900 വരെയുള്ള ആ ഒരു കാലഘട്ടത്തെയാണ്. इस युग के साहित्य में രീതി നിരൂപൺ और ശൃംഗാരികത की प्रवृत्तियां देख सकती है. ഈ കാലഘട്ടത്തിലെ സാഹിത്യത്തിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ രീതി നിരൂപണവും ശൃംഗാരികതയും. ശൃംഗാരരസത്തിന് പ്രാധാന്യം കൊടുക്കുന്ന കവിതകളും രചനകളുമാണ് ഈ കാലഘട്ടത്തിൽ കൂടുതലുണ്ടായിരുന്നത്. കൂടാതെ കാവ്യ നിരൂപണം, രീതി നിരൂപണത്തിൽ അധിഷ്ഠിതമായ കാവ്യ നിരൂപണ സിദ്ധാന്തങ്ങളിൽ അധിഷ്ഠിതമായ രചനകളാണ് ഈ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നത്. किसी भी साहित्य की गतिविधियों को समझने के लिए इस काल के साहित्य की तत्कालीन परिस्थितियों को समझना अनिवार्य है. ഏതൊരു സാഹിത്യത്തിന്റെയും പ്രവർത്തനങ്ങളെ കുറിച്ച് നമ്മൾ പഠിക്കുന്നതിന് ആ സാഹിത്യത്തിന്റെ ഇപ്പോഴത്തെ അവസ്ഥകൾ മനസ്സിലാക്കുന്നത് ആവശ്യമാണ്. ഇസ് ദൃഷ്ടി സെ രീതികാലീന് ആ കാലഘട്ടത്തിലെ എല്ലാ പരിതസ്ഥിതികളെ കുറിച്ചും അറിയേണ്ടത് അനിവാര്യമാണ്. ഇങ്ങനെ നോക്കുമ്പോൾ രീതികാलीन सामाजिक, धार्मिक, राजनीतिक और सांस्कृतिक परिस्थितियों का अध्ययन करना आवश्यक है. ഈ ദൃഷ്ടിയിൽ നമ്മൾ നോക്കുമ്പോൾ രീതികാലത്തെ സാമൂഹികവും രാഷ്ട്രീയവും മതപരവുമായ സാംസ്കാരികവുമായ എല്ലാ പരിതസ്ഥിതികളെ കുറിച്ചും നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് അനിവാര്യമാണ്. രീതികാലീൻ സമാജ ഭേദഭാവവും സെ ഭരാ ഹുവാ ഹെ. രീതികാലീന സമൂഹം എന്ന് പറയുന്നത് വളരെയധികം ഭേദഭാവങ്ങൾ കൊണ്ട് നിറഞ്ഞതായിരുന്നു. मुगलों का पतन और अंग्रेजों का शासन आदि के कारण राजनीतिक क्षेत्र में भी अशांति थी. മുഗളന്മാരുടെ പതനവും ഇംഗ്ലീഷുകാരുടെ ഭരണവും കാരണം ഈ കാലഘട്ടത്തിലെ രാഷ്ട്രീയമായ പരിതസ്ഥിതി എന്ന് പറയുന്ന അശാന്തി നിറഞ്ഞതായിരുന്നു. സാംസ്കൃതിക് അവസ്ഥ भी शोचनीय है. ഈ കാലഘട്ടത്തിലെ സാംസ്കാരിക അവസ്ഥയും വളരെ മോശമായിരുന്നു. लोग धार्मिक मूल्यों से दूर रहकर विलास क्रीडाओं में आकृष्ट होने लगा. ആളുകൾ മതപരമായ മൂല്യങ്ങളെല്ലാം വലിച്ചെറിഞ്ഞുകൊണ്ട് ആഡംബര ക്രീഡകളിൽ ആഡംബരായി അതിൽ മുഴുകി കഴിയാനാണ് ഈ കാലഘട്ടത്തിൽ ഇവർ ആഗ്രഹിച്ചിരുന്നത്. ആദ്യകാലത്തിൽ എങ്ങനെയായിരുന്നു? രാജാവിനെ പ്രശംസിച്ച രാജകവികൾ, യുദ്ധങ്ങളെ വർണ്ണിച്ചുള്ള രാജകവികളൊക്കെ ആയിരുന്നു. ഭക്തികാലത്തിലേക്ക് വന്നപ്പോൾ ദൈവത്തെ സ്തുതിച്ചുകൊണ്ടു അവർ സ്വന്തം മനസ്സിന്റെ ആനന്ദത്തിന് വേണ്ടി രചനകൾ നടത്തി. പക്ഷെ രീതികാലത്തിലേക്ക് വീണ്ടും വരുമ്പോൾ ജനങ്ങൾ ഏത് രാജകവികളാണെങ്കിൽ എന്തൊരു ആഡംബരത്തിന് വേണ്ടിയിട്ട് ആഡംബരങ്ങളിൽ മുഴുകി ജീവിക്കുന്ന ഒരു കാലഘട്ടമായിരുന്നു രീതികാലത്ത് ഉണ്ടായിരുന്നത്. രീതികാൽ में देश की राजनीतिक, सामाजिक, सांस्कृतिक और धार्मिक बदलाव का असर साहित्य पर देख सकते हैं. രീതികാലത്ത് ആ നാട്ടിലുണ്ടായിരുന്ന രാഷ്ട്രീയവും സാമൂഹികവും സാംസ്കാരികവും മതപരവുമായ മാറ്റങ്ങൾ ആ കാലഘട്ടത്തെ സാഹിത്യത്തിലും മാറ്റങ്ങൾ ഉണ്ടാക്കിയിരുന്നു. इस कारण से इस युग का साहित्य अत्यंत समृद्ध कहा जा सकता है. എന്നിരുന്നാലും ഈ കാലഘട്ടത്തിലെ സാഹിത്യം അത്യധികം സമൃദ്ധമായിരുന്നു. इस युग के अधिकांश कवि अपने आश्रयदाताओं की प्रशंसा कर रहे थे. ഈ കാലഘട്ടത്തിലെ മുഴുവൻ കവികളും ഏകദേശം 3/4 കഴിവുകളും അവരുടെ ആശ്രയദാതാക്കളെ പ്രശംസിച്ചുകൊണ്ടുള്ള രചനകളാണ് നടത്തിയിരുന്നത്, നമ്മുടെ ആദ്യകാലത്തിലെ പോലെ. इस युग के कवियों की व्यापक प्रवृत्ति शृंगारिक. ആദ്യകാലത്തിൽ വീരരസം തുളുമ്പുന്ന രചനകളായിരുന്നെങ്കിൽ രീതികാലത്തിലേക്ക് വരുമ്പോൾ അവിടെ മാറ്റം എന്താ വെച്ചാൽ ശൃംഗാരികതയ്ക്കാണ്, ശൃംഗാര രസത്തിനാണ് അവർ പ്രാധാന്യം കൊടുത്തിരുന്നത്. इस काल की रचनाएं संस्कृत काव्य शास्त्र की पद्धति के अनुसार होने के कारण इस युग को രീതികാൽ कहते हैं. ഈ കാലഘട്ടത്തിലെ രചന സംസ്കൃത കാവ്യശാസ്ത്രത്തിലെ രീതി വ്യവസ്ഥകളെ എല്ലാം അനുസരിച്ചുകൊണ്ട് കാവ്യ നിരൂപണ ഗ്രന്ഥങ്ങൾ ആയതുകൊണ്ട് തന്നെയാണ് ഈ കാലഘട്ടത്തിന് രീതികാൽ എന്ന് പറയുന്നത്. ഇനി പ്രധാനപ്പെട്ട ചർച്ചകൾ എന്താ നോക്കാം. രീതികാലീൻ സാമാജിക് പരിവേഷ്. രീതികാലത്തെ സാമൂഹിക അന്തരീക്ഷം എന്താണെന്ന് നമുക്ക് നോക്കാം.
രീതികാലീൻ സമാജ് സാമന്തവാദി സമാജ് രീതികാലത്തിലെ സമൂഹം എന്ന് പറഞ്ഞ ഫെഡറൽ സമൂഹമായിരുന്നു. സമാജ് ഭേദഭാവം സെ ഭരാത, സമൂഹം എങ്ങനെയായിരുന്നു? വിവേചനങ്ങൾ നിറഞ്ഞ ഒരു സമൂഹമായിരുന്നു. കുരുതിയോം സെ ബി ബരാഹുവാദ, ദുഷ്പ്രവൃത്തികൾ നിറഞ്ഞതായിരുന്നു. സമാജമേ മുഖ്യ രൂപവും സെ ദോ വർഗ, സമൂഹത്തിൽ പ്രധാനമായും 2 തരത്തിലുള്ള ആളുകളാണ് ഉണ്ടായിരുന്നത്. ഉച്ചവർഗീയ അമീർ ഔർ നിമ്നവർഗീയ ഗരീബ്, ഉയർന്ന വർഗത്തിലുള്ള പണക്കാരും താഴ്ന്ന വർഗത്തിലുള്ള പാവപ്പെട്ടവരും. കിസാൻ ഓർ ശ്രമിക വർഗ നിമ്നിയ ഗരീബ് വർഗമേ ആത്തേത്, നമ്മുടെ കൃഷിക്കാരും തൊഴിലാളികളും എല്ലാം നിമ്നവർഗത്തിലാണ് ഉൾപ്പെട്ടിരുന്നത്. ശാസക വർഗ് സാഹുകാർ ഓർ വ്യാപാരി വർഗ് അമീറോ കാ പ്രതീകത, കൂടാതെ ശാസക വർഗ് ഭരിക്കുന്നവരും പണമിടപാടുകൾ നടത്തുന്നവരും വ്യാപാരികളുമെല്ലാം ആരായിരുന്നു? പണക്കാരുടെ വർഗത്തിൽപ്പെട്ടവരും ആയിരുന്നു. ജനസാമാന്യക്ക് ശിക്ഷ ചികിത്സ ആദികാര്യ പ്രബന്ധ നഹീത, ഇവരുടെ ഒരു രചനകളിലും സാധാരണ ജനങ്ങളുടെ വിദ്യാഭ്യാസത്തെക്കുറിച്ചോ ചികിത്സയെക്കുറിച്ചോ ആ കാലഘട്ടത്തെക്കുറിച്ചോ ഇവർക്ക് ആർക്കും ഒരു ശ്രദ്ധയുണ്ടായിരുന്നില്ല. ആ കാലഘട്ടത്തിലെ രചനകളിലും ഉണ്ടായിരുന്നില്ല. ലോക നൈതിക മൂല്യമൊക്കെ അലഗ്രഹ്യത്, ലോകം ജനങ്ങൾ ധാർമ്മിക മൂല്യങ്ങളിൽ നിന്നും വളരെ ദൂരെയായിരുന്നു. രണ്ടാമത്തെ രീതികാലീൻ സാംസ്കൃതിക് ഔർ ധാർമ്മിക് പരിവേഷം, രീതികാലത്തിലെ സാംസ്കാരികവും മതപരവുമായ അന്തരീക്ഷം. ഇസ് യുഗ കാ സാംസ്കാരിക് പരിവേഷ അത്യന്തം ശോചനീയത, ഈ കാലഘട്ടത്തിലെ സാംസ്കാരിക പരിവേഷം അത്യന്തം ശോചനീയമായിരുന്നു. अकबर जहांगीर और शाहजहां की उदारवादी नीति के कारण इस्लाम और हिंदू संस्कृति निकट आई थी. മുഗൾ രാജാക്കന്മാരായ അക്ബർ, ജഹാംഗീർ ഔർ ഷാജഹാൻ എന്നിവരുടെ ലിബറൽ നയങ്ങൾ കാരണം ഇസ്ലാം മതവും ഹിന്ദു മതത്തിന്റെയും സംസ്കാരങ്ങൾ വളരെ അടുത്തു വന്നിരുന്നു. സന്തോം ഓർ സൂഫിയോ കെ യോഗ്ദാൻ ബി ഉല്ലേഖനീയ, സന്ത് സന്യാസികളുടെയും സൂഫി സന്യാസികളുടെയും ഈ സാഹിത്യത്തിന് നൽകിയിട്ടുള്ള യോഗദാനം വളരെ ഉല്ലേഖനീയമായിരുന്നു, എടുത്തു പറയത്തക്കതായിരുന്നു. लेकिन बाद में आए राजनीतिक बदलाव के कारण लोग विलास क्रीडाओं में मग्न रहे थे. പക്ഷെ മുഗളന്മാർക്ക് ശേഷം വന്ന രാഷ്ട്രീയമായ മാറ്റങ്ങൾ എന്തുണ്ടാക്കി? ലോകങ്ങളിൽ ആഡംബര ക്രീഡകളിലേക്ക് അവരെ കൂടുതൽ ആഡംബര ക്രീഡകളിൽ മുഴുകാൻ വേണ്ടി അവരെ പ്രോത്സാഹിപ്പിച്ചു. മന്ദിരോമേ ബി വിലാസ് കി ലീല ഹോനെ ലഗെ, അമ്പലങ്ങളിൽ പോലും ഈ ആഡംബര ലീലകൾ നമുക്ക് കാണേണ്ടി വന്നു. ഹിന്ദു और ഇസ്ലാം ധർമ്മ के लोग जीवन की वास्तविकता से हट गए, ഹിന്ദുക്കളും മുസ്ലിങ്ങളും ജീവിതത്തിന്റെ വാസ്തവിക മൂല്യങ്ങളിൽ നിന്നും വളരെ ദൂരെയായിരുന്നു. ധർമ്മ के आध्यात्मिक प्रभाव से हटकर जीवन बिताने लगते थे, മതത്തിന്റെ ആധ്യാത്മിക പ്രഭാവത്തെയെല്ലാം ദൂരെ കളഞ്ഞാണ് അവർ ജീവിച്ചിരുന്നത്. इस प्रकार हिंदू और मुसलमान दोनों धर्म के मूल सिद्धांतों से दूर रहते थे. ഇപ്രകാരം ഹിന്ദുക്കളും മുസ്ലിങ്ങളും ധാർമ്മിക മൂല്യങ്ങളിൽ നിന്നും വളരെ ദൂരെ, മൂല്യങ്ങളെല്ലാം അവർ വലിച്ചെറിഞ്ഞിരുന്നു. വേ ബാഹ്യാഡംബർ और अंधविश्वास में डूब गए थे, അവർ ബാഹ്യാഡംബരങ്ങളിലും അന്ധവിശ്വാസങ്ങളിലും മുങ്ങിയിരുന്നു. പൂജാരി और മുല്ല ജനതാക്ക് ഇസ് അന്ധവിശ്വാസ് का लाभ കൂടാതെ, പൂജാരികളും മുസ്ലിമിലെ മുല്ലാക്കകളൊക്കെ എല്ലാവരോട് ചേർന്നിട്ട് ഈ അന്ധവിശ്വാസത്തിന്റെ ലാഭമൊക്കെ കൊയ്തിരുന്നത്, ഈ അന്ധവിശ്വാസങ്ങളൊക്കെ പറഞ്ഞു പരത്തി അതിന്റെ ലാഭം കൊയ്തിരുന്നവര് ഇവരെല്ലാമായിരുന്നു. രീതികാലമേ ധാർമ്മിക സമാജമേ നൈതികത കംതി അനൈതികത ബഡ്ചുക്കി. രീതികാലത്തെ മതപരമായ അന്തരീക്ഷം എന്ന് പറയുന്നത് ധാർമ്മികതയുടെ കമ്മിയും അധാർമികതയുടെ വർധനവുമായിരുന്നു. സമാജമേ ജാതിവാദ് അന്ധവിശ്വാസ ചുവാചൂത് തരതരക്ക് റൂഢിയാം ബാഹ്യാഡംബർ സ്ത്രീയോ के प्रति അന്യായി ആദ്യ ഫൈലാ ഹുയേ थे. സമൂഹത്തിൽ ജാതിവാദം, ജാതി വ്യവസ്ഥകള്, അന്ധവിശ്വാസങ്ങള്, ചുവാചൂത്, തൊട്ടുകൂടായ്മ, പലതരത്തിലുള്ള ആഡംബര പ്രവൃത്തികളും ബാഹ്യ ആഡംബരവും സ്ത്രീകളോടുള്ള അന്യായങ്ങളുമെല്ലാം ഓരോ നാളും കൂടിക്കൂടി വന്നു. ഹിന്ദുവോമേ വിവിധ ദേവോ കി ആരാധന കി പ്രധാതി, ഹിന്ദുക്കളിൽ വിവിധ ദേവീ ദേവന്മാരെ ആരാധിച്ചിരുന്നു. മുസൽമാൻ ഏകീശ്വരവാദ് പർ ആകെ ബഡ്തേ, മുസ്ലിംസ് ആണെങ്കിൽ ഏകദൈവ വിശ്വാസികളായിരുന്നു.
കഹീം കഹീം ഹിന്ദു മുസൽമാൻ മേ മാനസിക് അന്തർ ഥ. പല സന്ദർഭങ്ങളിലും ഹിന്ദു മുസ്ലിങ്ങളുടെ ഇടയിൽ ഒരു മാനസികമായ അന്തരം ഉണ്ടായിരുന്നു. അടുത്തത് സാഹിത്യക് പരിസ്ഥിതി. ആ കാലഘട്ടത്തിലെ സാഹിത്യ അന്തരീക്ഷം എന്താണെന്ന് നോക്കാം. രീതികാൽ മേ മുഗൾ ശാസക് ശാസൻ കർത്തേ थे. രീതികാലത്തിൽ മുഗൾ രാജാക്കന്മാർ ഭരണം നടത്തിയിരുന്നു. മുഗൾ ശാസക് സംഗീത, ശില്പകല, ചിത്രകല ആദിക്കോ പ്രോത്സാഹൻ ദേത്തെ थे. ഈ മുഗൾ രാജവംശകാലം ഭരിച്ചിരുന്ന കാലഘട്ടത്തിൽ കലാകാരന്മാർക്കിടെ സുവർണ കാലഘട്ടമായിരുന്നു എന്നാണ് പറയുക. കാരണം എന്താണെന്ന് വെച്ചാൽ ആ കാലഘട്ടത്തിലെ ശില്പികൾക്കും സംഗീതജ്ഞന്മാർക്കും ചിത്രം വരച്ചിരുന്നവർക്കെല്ലാം വളരെയധികം പ്രോത്സാഹനം ലഭിച്ചിരുന്നൊരു കാലഘട്ടമായിരുന്നു ഈ മുഗൾ രാജവംശത്തിന്റെ കാലഘട്ടം. ശൃംഗാരികത രീതികാൽ കി കവിയോं का പ്രാൺ രഹാത. ശൃംഗാര രസമായിരുന്നു രീതികാലത്തെ കവികളുടെ പ്രാണൻ എന്ന് വേണമെങ്കിൽ പറയാം. अधिकांश कवि राज महाराजा को खुशामद करने के लिए श्रृंगार पर अवलंबित रचनाएं करते थे. കൂടുതൽ ജനങ്ങളും രാജാക്കന്മാരെയും മഹാരാജാക്കന്മാരെയും സന്തോഷിപ്പിക്കുന്നതിന് വേണ്ടി ശൃംഗാരരസത്തിൽ ഉള്ള രചനകളാണ് കൂടുതൽ എഴുതിയിരുന്നത്. രീതി മുക്ത് കവിയോനെ കൃഷ്ണ കാ ഇതിഹാസ് ചരിത്ര കാവ്യ വിഷയ ബനായാത. രീതികാലത്തെ കവികളെ മൂന്നായി തിരിച്ചിട്ടുണ്ട്. രീതി സിദ്ധ്, രീതി ഭക്ത്, രീതി മുക്ത്. ഇതിൽ സംസ്കൃതത്തിന്റെ കാവ്യ ശാസ്ത്രത്തിലെ യാതൊരു നിയമങ്ങളും അനുസരിക്കാതെ മുക്തകമായിട്ടുള്ള രചന, അവരെ സ്വന്തം ഇഷ്ടപ്രകാരമുള്ള രചനകൾ നടത്തിയിരുന്നവരാണ് രീതി മുക്ത് കവികൾ. അവർ ഒരു ഇതിനെയും പിന്തുടരാതെ സ്വന്തമായ ഇഷ്ടപ്രകാരം എഴുതിയിരുന്നവരാണ്. ഇങ്ങനെയുള്ളവർ കൃഷ്ണന്റെ ചരിത്ര കാവ്യങ്ങളാണ് വിഷയമാക്കി കൂടുതൽ എഴുതിയിരുന്നത്. इस काल में कवियों और रचनाकारों को अपने राजा से सम्मान प्राप्त करने के कारण साहित्य और कला की स्थिति अच्छी रही. ഈ കാലഘട്ടത്തിലെ കവികൾക്ക് രചനകൾക്കും രാജാക്കന്മാർ വളരെയധികം ബഹുമാനം കൊടുത്തത് കൊണ്ട് തന്നെ ഈ കാലഘട്ടത്തിലെ കലയുടെ സ്ഥിതി വളരെയധികം നല്ലതായിരുന്നു. രീതികാലീൻ രാജനീതിക് പരിവേഷം. രീതികാലത്തിലെ രാഷ്ട്രീയമായ അന്തരീക്ഷം. രീതികാൽ മുഗൾ ശാസന കെ വൈഭവ് കെ ബാദ് കാ സമയ ഹെ. രീതികാലം മുഗൾ ശാസനത്തിന്റെ പ്രതാപ കാലഘട്ടമായിരുന്നു. മുഗൾ ശാസന കെ സമയ ദേശ് മേ ശാന്തി ഥി. മുഗൾ ശാസനത്തിന്റെ പ്രതാപത്തിന് ശേഷമുള്ള കാലഘട്ടമായിരുന്നു. മുഗൾ ഭരണകാലത്തിന്റെ സമയം എന്ന് പറയുന്നത് വളരെ ശാന്തി നിറഞ്ഞതായിരുന്നു. രാജനീതിക് ദൃഷ്ടി സെ യഹ് കാൽ മുഗളോं के शासन के ചരമോത്കർഷ കാലത. രാഷ്ട്രീയമായ ദൃഷ്ടിയിലൂടെ നോക്കുകയാണെങ്കിൽ ഈ കാലഘട്ടം എന്ന് പറയുന്നത് മുഗളന്മാരുടെ പ്രതാപത്തിന്റെ ഏറ്റവും ഉത്കൃഷ്ടമായ ഒരു കാലഘട്ടമായിരുന്നു. ഷാജഹാൻ കെ ശാസനകാല മേ മുഗൾ വൈഭവ് അപ്നി ചരം സീമ പർ രഹ. ഷാജഹാന്റെ കാലഘട്ടത്തിൽ മുഗളന്മാരുടെ പ്രതാപം അതിന്റെ ഏറ്റവും എൻഡിങ് പോയിന്റില് അത്രയും വലിയ പ്രതാപ കാലഘട്ടമായിരുന്നു. ജഹാംഗീറിനെ അപ്നി ശാസനകാല മേ രാജിക വിസ്താർ കെ. ജഹാംഗീർ അദ്ദേഹത്തിന്റെ ഭരണകാലത്ത് രാജ്യത്തിന്റെ വിസ്തീർണം വർദ്ധിപ്പിച്ചിരുന്നു. ഷാജഹാനെ ഉസ്കി വൃദ്ധിക്ക്. ഷാജഹാൻ അതിനെ കൂടുതൽ വൃദ്ധിപ്പെടുത്തി. രാജപൂതോനെ ബി ശാസനകാര്യ സംഭാലത. രാജപുത്രന്മാരും ശാസനകാലത്തിൽ അഗ്രഗണ്യന്മാരായിരുന്നു. ഷാജഹാൻ की मृत्यु के बाद उनके पुत्र ने शासनकारी संभाला. ഷാജഹാന്റെ മരണത്തിന് ശേഷം അദ്ദേഹത്തിന്റെ മക്കളാണ് ഭരണകാര്യങ്ങൾ ശ്രദ്ധിച്ചിരുന്നത്. ദാരാ ഷിക്കോഹ് और ഔറംഗസീബ് उनमें से है. ദാരാ ഷിക്കോഹും ഔറംഗസീബും അദ്ദേഹത്തിന്റെ പുത്രന്മാരിൽ പെടുന്നു. ഔറംഗസീബ് के पश्चात लगभग 50 वर्ष तक शासन स्थिर न हुआ. औरंगजेब के पश्चात लगभग 50 वर्ष तक शासन स्थिर न हुआ. ഔറംഗസീബിന് ശേഷം ഏകദേശം ഒരു 50 വർഷത്തോളം ഒരു സ്ഥിരമായ ഭരണം ഉണ്ടായിരുന്നില്ല. जो अधिक समय के लिए आए वे विलास में निम्न रहने के कारण राज्य के देखभाल न कर सकता. പിന്നീട് വന്ന ഭരണാധികാരികളെല്ലാം ആഡംബരത്തിൽ മഗ്നരായിരുന്നത് കൊണ്ട് തന്നെ അവർ ഭരണകാര്യത്തിൽ തീരെ ശ്രദ്ധാലുക്കൾ ആയിരുന്നില്ല. ഇതിന്റെ അവലോകനം. रीतिकाल में कवियों और कलाकारों की तात्कालिक राजाओं से सम्मान प्राप्त होने के कारण സാഹിത്യ और कला की स्थिति अच्छी रही थी. രീതികാലത്തിലെ കവികൾക്കും രചനകൾക്കും വേണ്ട വിധത്തിലുള്ള ബഹുമാനങ്ങൾ രാജാക്കന്മാർ ആദരവ് കൊടുത്തത് കൊണ്ട് തന്നെ ആ കാലഘട്ടത്തിലെ സാഹിത്യവും കലകളും വളരെ നല്ലതായിരുന്നു.
लेकिन विलासी राजाओं के आश्रय में रहने के कारण इन कवियों का मुख्य लक्ष्य उन्हें संतुष्ट करना है. लेकिन ആഡംബരത്തിൽ മുഴുകി കഴിയുന്ന രാജാക്കന്മാരുടെ രാജകവികൾ ആയതുകൊണ്ട് തന്നെ അവരുടെ മുഖ്യ ലക്ഷ്യം എന്ന് പറയുന്ന രാജാക്കന്മാരെ തൃപ്തിപ്പെടുത്തുക എന്നതായിരുന്നു. इसलिए इन रचनाओं में साहित्यिक गुण का अभाव देख सकता. അതുകൊണ്ട് തന്നെ ഈ രചനകളിലെല്ലാം ഒരു സാഹിത്യക മൂല്യത്തിന്റെ അഭാവം ഉണ്ടായിരുന്നു. ഇത്രയുമാണ് ഈ പാഠത്തിൽ നമുക്ക് പഠിക്കാനുള്ളത്. രീതികാലത്തിലെ പ്രധാനപ്പെട്ട അന്തരീക്ഷങ്ങൾ എന്തൊക്കെ, സാമൂഹികവും ധാർമ്മികവും രാജനീതികവും സാംസ്കാരികവുമായ അന്തരീക്ഷങ്ങൾ എന്തൊക്കെയാണെന്നാണ് നമ്മൾ ഈ പാഠത്തിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഇതിൻ്റെ അസൈൻമെന്റ് ടോപ്പിക്സ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ രീതികാलीन विभिन्न പരിസ്ഥിതിയോं का परिचय देकर സാഹിത്യ വികാസ് पर ടിപ്പണി തയ്യാർ. രീതികാലത്തിലെ വിവിധ പരിസ്ഥിതികളെ പരിചയപ്പെടുത്തിക്കൊണ്ട് സാഹിത്യത്തിലുണ്ടായ വികാസത്തിനെ കുറിച്ച് എസ് എഴുതാനാണ്. കൂടാതെ രീതികാल के राजनीतिक और धार्मिक परिस्थिति के बारे में एक निबंध तैयार कीजिए. രീതികാലത്തിലെ രാഷ്ട്രീയവും മതപരവുമായ പരിസ്ഥിതിയെ കുറിച്ചുള്ള ഒരു നിബന്ധം എസ് തയ്യാറാക്കാനാണ് അടുത്ത ടോപ്പിക്. പിന്നെ ഒരെണ്ണം हर एक काल के सामाजिक धार्मिक और राजनीतिक परिवेश के अनुसार സാഹിത്യക ഗതിവിധിയാം ബദൽത്തി രഹത്തി ഹെ സ്പഷ്ടീകരിച്ചു. ഓരോ കാലഘട്ടത്തിൻ്റെയും സാമൂഹികവും ധാർമ്മികവും രാഷ്ട്രീയവുമായ അന്തരീക്ഷങ്ങൾ കാരണം സാഹിത്യക പ്രവൃത്തികൾ പലതരം മാറ്റങ്ങൾ സംഭവിക്കാറുണ്ട്. ഇതിനെക്കുറിച്ച് വിശദമാക്കാനാണ് ഒരു ടോപ്പിക്ക്. ഇത്രയുമാണ് ഈ പാഠത്തിൽ പഠിക്കാനുള്ളത്. രീതികാലത്തിൻ്റെ ആ കാലഘട്ടത്തിലെ അന്തരീക്ഷം എന്തായിരുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ വളരെ സിമ്പിളാണ്, വളരെ കുറച്ച് എത്ര ടോപ്പ് പോയിന്റ്സേ ഉള്ളൂ? 4 പോയിന്റ്സിൽ സാമാജിക, പിന്നെ സാംസ്കാരികം, സാഹിത്യകം, ധാർമ്മിക് और രാജനീതി, ഇത്ര ടോപ്പിക്സേ ഉള്ളൂ. വളരെ സിമ്പിളാണ്. അപ്പോൾ നന്നായി വായിച്ചു നോക്കുക. ഒന്ന് ജസ്റ്റ് വായിച്ചാൽ തന്നെ നമുക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ കഴിയും. അപ്പോൾ നന്നായി പഠിക്കുക, നല്ല മാർക്ക് സ്കോർ ചെയ്യുക. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.